ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഈ ചൂടുകാലത്ത് ദാഹം അകറ്റുവാനും നോമ്പുതുറയ്ക്ക് കുടിക്കാനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വത്തക്ക ജ്യൂസ് തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. അടിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. തണ്ണിമത്തങ്ങയിലെ അഴുക്കും പൊടികളും മറ്റും പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങയുടെ പൾപ്പ് വീണ്ടും വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 2 ചെറുപഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്തയും ബദാമുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് നിങ്ങൾക്കൊരു 3-4 എണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈന്തപ്പഴം കുരു കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/2 കപ്പ് ഈന്തപ്പഴം വരെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈന്തപ്പഴത്തിന് പകരം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഈന്തപ്പഴമൊക്കെ നല്ല രീതിക്ക് അരഞ്ഞു വരുന്ന വിധം ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കടിക്കാൻ പാകത്തിനാണ് ഈന്തപ്പഴമൊക്കെ അരച്ചിരിക്കുന്നത്. ഇനി അടിച്ചു വച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് തണ്ണിമത്തൻ്റെ എടുത്തു വച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് ഒഴിച്ചൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിരുന്നുകാരുടെ മുന്നിൽ താരമാകാനും ചൂടുകാലത്ത് ദാഹമകറ്റാനും നോമ്പുതുറക്ക് കുടിക്കാനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.